ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ റിസ്വാൻ പാലോടിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പാലക്കാട് കോട്ടയിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു 10 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമ്മൾ മലമ്പുഴ ഡാമിലേക്കാണ് ഇന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ മലമ്പുഴ ഡാമിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മൾ നേരെ മലമ്പുഴ ഡാമിൽ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം 10,000 വണ്ടി വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഒരുപാട് കടകളുണ്ട് നമ്മളെ ഈ പാർക്കിംഗ് ഏരിയയിലൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ കാണാം. നമ്മൾ നേരെ ഇനി ഡാമിൻ്റെ കാഴ്ചയിലേക്കല്ല പോകുന്നത്. അപ്പം ഗാർഡനും ഡാമും പിന്നെ ഒരു അക്വേറിയമാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് കാണാതെ നേരെ പോകുന്നത് ഈ റോപ്പ് വേ കയറാൻ വേണ്ടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഇതാണ്. അതായത് നമുക്ക് ഡാമിൻ്റെയും നമ്മളെ ഗാർഡൻ്റെ മുകളിലൂടെ ഒരു റോപ്പ് വേ സൗകര്യം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. അതിൽ കാണാൻ വേണ്ടി മാത്രമല്ല, അതിൽ കയറാൻ വേണ്ടി കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് ക്യൂ ഒക്കെ നിന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മുമ്പേ പോയതൊക്കെയാണ് ആ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുന്നുള്ളൂ. ഏകദേശം നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ ഒരു അരമണിക്കൂറോളം ക്യൂ നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് വരുന്ന റേറ്റാണ് ആ കാണിക്കുന്നത്. 71 രൂപയാണ് നമുക്ക് ഒരാൾക്ക് ഈ റോപ്പ് വേയിൽ കയറാൻ ഈടാക്കുന്നത്. അപ്പം പ്രത്യേകം VIP പാസ്സും ഉണ്ട്. അതിന് 108 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കയറുന്നതിന് മുമ്പേ തന്നെ ഇവിടെ കപ്പാസിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് കയറേണ്ടതെന്നുള്ള അതൊരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പേ വന്നവരൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ കയറുന്നത് നോക്കിയാണ് കാർ അവിടെ നിന്ന്, അതായത് കേബിൾ ഈ സെക്ഷൻ അവിടെ നിന്ന് കാർ അവിടെ നിന്ന് വരും. അവിടെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ കയറിക്കണം. അപ്പോൾ അടുത്തത് നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും പെട്ടെന്ന് കയറിയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ കയറി പെട്ടെന്ന് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിലൊരു ഷീൽഡുണ്ട്, അതങ്ങ് ലോക്കാവും. അപ്പോൾ വളരെ സേഫ്റ്റി ആയിട്ടാണ് നമുക്കിതിൽ കയറാൻ പറ്റുന്നത് തന്നെ. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറിയപ്പോൾ തന്നെ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പേ പോയവരൊക്കെയാണ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഏകദേശം 1 കിലോമീറ്ററോളം അങ്ങോട്ടും പോകാനുണ്ട്. അതുപോലെ നമുക്ക് തിരിച്ച് റിട്ടേണും ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഈ വരുന്ന കണക്ക് നമ്മളും തിരിച്ച് റിട്ടേൺ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മലമ്പുഴ ഡാമിലെ ആ റോപ്പ് വേയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പയ്യേന്ന് പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പം മഴയാണെങ്കിലും നല്ല സേഫാണ്. അതിനകത്ത് ഷീൽഡൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മഴവെള്ളമൊന്നും വീഴത്തില്ല. കാലിൻ്റെ മാത്രത്തിൽ വെള്ളം വീഴും. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അവിടെ പോയിട്ട് അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നതാണ്. അപ്പം അതാണ് നമുക്ക് ആൾക്കൊരു 70 രൂപയായിരുന്നു. അപ്പം VIP ആണെങ്കിൽ 108 രൂപ ഒരാൾക്ക്. വളരെ നല്ലൊരു കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാനുള്ളത്. അപ്പം മഴയായതുകൊണ്ടാണ് നമുക്ക് ഷീൽഡ് ഫുള്ള് നനയിരിക്കുന്നത്. ഇങ്ങനെ കാണിച്ചു തരാം. ആ കാണുന്നതാണ് മലമ്പുഴ ഡാം. അതാണ് ആ ഡാമിൻ്റെ ഇതെന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ നമ്മൾ ഇത് നേരെ വന്ന് നമ്മൾ ഇതാണ് കണ്ടിട്ട് ഇനി നേരെ ഡാമിലേക്ക് പോകുന്നുണ്ട്. ഡാമിലും പിന്നെ ഗാർഡൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗാർഡൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പം ഈ റോപ്പ് വേ പോകുന്നത്. കേബിൾ കാർ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഗാർഡൻ താഴെയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലമ്പുഴ ഡാമിലെ കാഴ്ചകളെന്നൊക്കെ പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് മലമ്പുഴ ഡാം. അപ്പോൾ ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മൾ നേരെ വന്നിട്ട് ഞാൻ ഉച്ച സമയത്താണ് എത്തിയത്. നേരെ നമ്മൾ കേബിൾ കാറിലേക്കാണ് വന്നത്. അപ്പം നമ്മൾ ഗാർഡൻ്റെ മുകളിലൂടെ ഇങ്ങനെ കേബിൾ കാറിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കേബിൾ കാറിൽ ഏകദേശം 1 കിലോമീറ്ററോളം പോകുന്നുണ്ട്. പോയിട്ട് തിരിച്ച് റിട്ടേൺ അതുപോലെ വരുന്നുണ്ട്. ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 70 രൂപയാണ് വരുന്നത്. പിന്നെ VIP പാസ് ഉണ്ട്. അത് നമ്മൾ ക്യൂവിൽ നിൽക്കാതെ തന്നെ, നേരത്തെ ക്യൂവിൽ നിൽക്കാതെ തന്നെ നമുക്ക് ആ പാസ് എടുത്ത് കയറി പോകാം. അതിന് വരുന്നത് 108 രൂപയാണ്. അപ്പം എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് മലമ്പുഴ ഡാം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് നല്ല മഴ പെയ്യണം. എൻ്റെ ബാക്കിലോട്ട് കാണാം, നല്ല മഴ പെയ്യുകയാണ്. അപ്പം ചെറിയ ഷീൽഡുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സേഫായിട്ട് നനയത്തില്ല. കാല് കുറച്ച് നനയത്തേ ഉള്ളൂ. അപ്പം വളരെ നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ ഇത്രയും സൗകര്യത്തോട് വളരെ റേറ്റ് കുറഞ്ഞ ഒരു കേബിൾ കാർ യാത്രയാണിത്.
ഇപ്പോൾ മലമ്പുഴ ഡാമിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകതരമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യും, പക്ഷേ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും മൂവ് ആയി തുടങ്ങി. കൊള്ളാം, നമുക്ക് മേളിൽ നോക്കുന്ന കാഴ്ചകളൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമൊന്നുമില്ല. ഇത് ഗാർഡനാണ്, അത് മലമ്പുഴ ഡാമാണ് ആ കാണുന്നത്. ഇപ്പം നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ഗാർഡനകത്തുള്ള താമരക്കുളമാണിത്. അപ്പോൾ താമരക്കുളത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അടുത്ത കേബിൾ കാറുകൾ വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ മഴ സമയമാണ് മൈക്ക് കയ്യിൽ വെക്കാത്തതുകൊണ്ടാണ് കൂടുതൽ വോയിസ് കൊടുക്കാത്തത്. ഇപ്പം പിന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്തായാലും. ഇപ്പോൾ ഞാൻ നോക്കിക്കോ, താഴെ കൂടെയൊക്കെ താമരക്കുളങ്ങളും ബോട്ട് സർവീസും പിന്നെ മലമ്പുഴ ഡാമിൻ്റെ ഇതുപോലെ മറ്റേ വെള്ളം തുറന്നു വന്ന ആ ഭാഗമൊക്കെയാണിത്. അപ്പോൾ ആ താഴ്ഭാഗത്തൊക്കെ അതാണ്. വളരെ രസകരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണിത്. ഇതിൻ്റെ സ്പീഡ് ബോട്ട് സൗകര്യങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ കേബിൾ കാറാണ്. എല്ലാവരും ഇവിടെ മലമ്പുഴ എത്തിക്കഴിഞ്ഞ് മാക്സിമം ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ വരുന്നത്. താഴ്ഭാഗത്ത് സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. അപ്പം ഇപ്പം മഴ ആയതുകൊണ്ടാണ് അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. ഒരു സൈഡിലൊക്കെ നമുക്ക് മറ്റേ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് കൂടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. നമ്മൾ നേരെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് മഴയെ കഴിഞ്ഞിട്ട് നേരെ ഗാർഡനിലേക്ക് ഇപ്പം നമ്മൾ മുകളിലൂടെ പോകുന്നു. നമ്മൾ മഴ മാറിയിട്ട് നേരെ താഴെക്കൂടെ പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ആ താഴെക്കൂടേക്കുന്ന മറ്റേ വെള്ളം തുറന്നു വിട്ടേക്കുന്ന ഒരു പോർഷനാണ് അതൊക്കെ. അപ്പം ഡാമിൽ നിന്നുള്ള വെള്ളമാണ് അതൊക്കെ. അപ്പോൾ അങ്ങോട്ടൊക്കെ ഉള്ള ഇത് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ കയറിയ സ്ഥലത്ത്, അതായത് നമ്മൾ ഈ കേബിൾ കാറിൽ കയറിയ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ച് വീണ്ടും റിട്ടേൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇങ്ങോട്ട് വന്ന ആ സൈഡിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് അടുത്ത സൈഡിൽ കൂടെ നമ്മൾ നേരെ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ മഴയെ കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല തിരക്ക് കൂടിയിട്ടുണ്ട്. നമ്മളിപ്പം താഴെ കൂടെ ഒരുപാട് ആൾക്കാർ പോകുന്നത് കാണാം. നേരത്തെ മഴയായതുകൊണ്ടാണ് ആൾക്കാരൊന്നും കാണാനില്ലായിരുന്നു. ഇപ്പം വീണ്ടും നല്ല തിരക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഏകദേശം 1 കിലോമീറ്ററോളം അങ്ങോട്ടും തിരിച്ചും അതേപോലെ കറങ്ങി നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളിവിടുത്തെ കേബിൾ കാറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിനി നേരെ ഗാർഡനിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ കേബിൾ കാറിലൊക്കെ കയറി ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടുന്ന് പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഇനി നേരെ ഡാമിന് മേൽഭാഗത്തോട്ട് പോവുകയാണ്. ഡാമിൻ്റെ അവിടെ പോയിട്ട് പിന്നെ ഗാർഡനിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ നല്ല മഴയുണ്ട്. നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ അവിടെ നിന്ന് ഡാമിലേക്ക് പോകാമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ അവിടെ ലോക്കഡാണ്. അപ്പോൾ നമുക്ക് ഗാർഡനകത്തൂടെ നമുക്ക് ഡാമിനകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വരണം. അത് ഇവിടെ നല്ല തിരക്കും ഒരുപാട് കടകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഗാർഡനകത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാനുള്ളത്. അപ്പോൾ മലമ്പുഴ ഗാർഡൻ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു ചോരൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇവിടെ നിന്ന് ആൾക്കൊരു 30 രൂപയാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് സ്റ്റിൽ ക്യാമറ ഉണ്ടെങ്കിൽ 100 രൂപയും പിന്നെ വീഡിയോ ക്യാമറയ്ക്ക് 1000 രൂപയാണ് നമുക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അപ്പം ഗാർഡനകത്തുള്ള കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇതിനകത്ത് ബോർഡിൽ ഓരോ സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഒരുപാട് ചെടികളും ഇതിനകത്തുണ്ട്, മരങ്ങളും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ചെടികളുടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പം എനിക്കതിനെക്കുറിച്ച് അതുകൊണ്ട് വലുതായിട്ട് അറിയത്തില്ല ഈ ചെടികളുടെ പേരെന്തിനാണെന്നൊക്കെ. അപ്പം നമ്മളതിനകത്തൂടെ ഈ ഭാഗത്ത് നല്ല രസമാണ്. നല്ല വൈറ്റ് പൂവുള്ള ഒരു ചെടിയാണിത്. നല്ല രസമാണ്. ഫുള്ള് കാണിച്ചു തരാം ഇത്.
അപ്പോൾ നമ്മൾ നേരത്തെ കേബിൾ കാറിൽ പോയിരുന്ന അതാണ്. ഇപ്പോൾ നമ്മൾ താഴെ കൂടെയാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട് ഇവിടെ. മഴ ചെറിയൊരു മഴയുണ്ടെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിടുകയാണ്. എക്സി പാർക്ക്, അങ്ങനെ ഗാർഡൻ. അപ്പോൾ നമ്മളിതാ നടന്ന് നമ്മൾ ഡാമിൻ്റെ ആ ഷട്ടറിൻ്റെ ഫ്രണ്ട് ഓപ്പോസിറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ആ കേബിൾ കാറിൽ നിന്ന് കണ്ട ഹാങ്ങിങ് ബ്രിഡ്ജിനകത്തൂടെയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ ഡാമിനെ കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അപ്പോൾ ഈ ഡാമിന് കുറേ പ്രത്യേകതയുള്ള ഡാമാണ്. നമ്മളെ ഇടുക്കി ഡാം പോലെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് നമ്മളെ ഈ മലമ്പുഴ ഡാം. അതായത് നമ്മളെ ഇടുക്കി ഡാം ഉയരം കൊണ്ട് മുന്നിലാണെങ്കിൽ നീളത്തിൽ ഏറ്റവും ടോപ്പായിട്ട് കേരളത്തിലുള്ള ഡാമിലെ ഏറ്റവും വലിയ ഡാം നമ്മളെ മലമ്പുഴ ഡാമാണ്. അപ്പോൾ ഡാമിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡാം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഡാം അണക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മലമ്പുഴ എക്സി വരുന്നത്. അപ്പോൾ നമ്മളെ ഈ ഗാർഡൻ അകത്ത് ഉള്ള ഒരു ശില്പമാണിത്. അപ്പോൾ ഇത് വളരെ ഫേമസ് ആണ്. മലമ്പുഴ ഡാം എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവർക്കും മനസ്സിൽ ചിന്ത വരുന്നത് മലമ്പുഴ എക്സിയെക്കുറിച്ചായിരിക്കും. അപ്പോൾ നമ്മളെ ഈ എക്സി ഇവിടെ സ്ഥാനം പിടിക്കാൻ ഇപ്പോൾ കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡാം നമ്മളെ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചതിന് ശേഷം ഈ ഡാമിൻ്റെ ചുറ്റിലും മോടി പിടിപ്പിക്കാനൊക്കെ വേണ്ടി, അതായത് ഡാമിൻ്റെ ഫ്രണ്ടിൽ കുറേ മോടി പിടിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പം കാണുന്ന ഗാർഡൻ ആണ് സെറ്റ് ചെയ്തു. അപ്പോൾ ആ ഗാർഡൻ സെറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ശില്പങ്ങളൊക്കെ വേണമെന്നിങ്ങനെ നിർബന്ധമായി. അങ്ങനെ നമ്മൾ കാനായി കുഞ്ഞിരാമൻ്റെ ഐഡിയയിലുണ്ടായ ഒരു ശില്പമാണിത്. അപ്പം പുള്ളിക്കാരൻ ഇത് ഇങ്ങനെ ആലോചിച്ച് എന്ത് ശില്പമാണ് ഇവിടെ വേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയതാണ്. അപ്പം പുള്ളിയുടെ ഒരു ഐഡിയയിൽ വന്നതാണ്. നമ്മളെ പാലക്കാട് ഏറ്റവും കൂടുതൽ കരിമ്പനകൾ ഉള്ള നാടാണ്. എന്താ പഴയ ചരിത്രങ്ങളിലും പഴയ കെട്ടുകഥകളിലൊക്കെ കേൾക്കാം പാലക്കാടത്തെ യക്ഷികളെക്കുറിച്ച്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ മാസങ്ങളോളം ആലോചിച്ച് കണ്ടെത്തിയ ഒരു രൂപമാണ് മലമ്പുഴ യക്ഷി എന്നുള്ള ഈ ശില്പം, നമ്മളിപ്പോൾ കണ്ട ശില്പം. അപ്പോൾ അദ്ദേഹം സഹിയ പർവ്വതത്തിലേക്ക് നോക്കി നിൽക്കുന്ന നഗ്നയായിട്ടുള്ള ഒരു യക്ഷിയുടെ ശില്പം അവിടെ പണിയത്. പിന്നീട് ഈ കാലത്ത് ഒരുപാട് സമയത്ത് ഈ ശില്പമൊക്കെ നമുക്ക് ഒരുപാട് വിവാദമായിട്ടുണ്ട്. അതായത് നഗ്നമായിട്ട് ഇരിക്കുന്ന ഒരു യക്ഷി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് പൊളിച്ചു കളയാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് എന്താ പറയുക, കാലങ്ങളായിട്ട് അത് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ മലമ്പുഴയുടെ ഒരു പേര് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ മലമ്പുഴ യക്ഷി തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും പൊളിച്ച് കളയാൻ വേണ്ടി പറഞ്ഞ മലമ്പുഴ യക്ഷിയുടെ രൂപമാണ് ഇപ്പം മലമ്പുഴയുടെ ഒരു ഐഡൻറ്റിറ്റി തന്നെ. അങ്ങനെ നമ്മൾ യക്ഷി പാർക്ക് കണ്ടിട്ട് നേരെ വന്നേക്കുന്നത് ബോട്ട് സർവീസ് എടുക്കാനാണ്. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബോട്ടിൽ കയറാൻ നമുക്ക് പറ്റിയില്ല. അപ്പം ബോട്ടിൽ കയറേണ്ട ടിക്കറ്റ് നിരക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം കാണുന്നത്. എന്തായാലും നമ്മൾ ബോട്ടിലോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഡാം ലക്ഷ്യമാക്കി തന്നെ വീണ്ടും നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴികളിലെല്ലാം നമുക്ക് ചെറിയ ചെറിയ കഫ്റ്റീരിയകളൊക്കെ കാണാം. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴി ചെറിയ ചായക്കടകൾ, ഇതുപോലെ ചോളക്കടകൾ. പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ആ കടല. നല്ല രസമായിരുന്നു അവിടെ നിന്ന് കടല വാങ്ങിച്ച് കഴിച്ചപ്പോൾ. പിന്നെ അതാ ഇതുപോലെ ചെറിയ ചെറിയ കഫ്റ്റീരിയകളൊക്കെ കാണാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ അങ്ങനെ വേറെ പുറത്ത് പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1-2 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കാറിനകത്തൂടെ എപ്പം നടന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്നുള്ള ഈ കേബിൾ കാറിൻ്റെ ഒരു കാഴ്ച തന്നെയാണ്. എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിലാണ് ആ കേബിൾ കാർ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എവിടെ നോക്കിയാലും ആ കേബിൾ കാർ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ ഡാമിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് എത്തിയിട്ട് അങ്ങോട്ട് കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഒരു സൈഡിൽ നമ്മളെ ഗാർഡനും ഒരു സൈഡിൽ നമ്മളെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലവും പിന്നെ നല്ല മലകളും ഒക്കെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലൊക്കെ തന്നെ നമ്മളെ ഇടുക്കി ഡാമാണ് നമ്മളെ ഹൈറ്റിൽ ഏറ്റവും ടോപ്പാണെങ്കിൽ ഇത് നീളത്തിൽ ഏറ്റവും ടോപ്പ് നമ്മളെ മലമ്പുഴ ഡാം തന്നെയാണ്. അപ്പോൾ ഈ ഡാം ഇവിടെ വരാൻ തന്നെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡാം ഇവിടെ വരുന്നതിന് മുമ്പ് ഈ സ്ഥലങ്ങളിലൊക്കെ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുപ്പസ്വാമി എന്ന് പറയുന്ന ഒരു പഴയ കർഷകനാണ് ഈ ഡാം ഇവിടെ വരാൻ മെയിനായിട്ടൊരു കാരണക്കാരൻ. സംഭവം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഇവിടെ കൃഷിക്ക് വേണ്ടി സ്വാഭാവികമായിട്ട് ഇവിടെ പ്രകൃതിദത്തമായിട്ടൊരു അണ ഉണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടെ വിപുലീകരിച്ചൊരു അണ കെട്ടി
അതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് പുള്ളി കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ കൃഷി ചെയ്തു വരുന്ന കാലത്ത് തന്നെ ഇവിടെ പാലക്കാടിന് വരണ്ട കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇവിടെ ഒരു അണക്കെട്ട് വേണമെന്ന് അന്നത്തെ സർക്കാരിന് തോന്നുകയും അങ്ങനെ 1949 മദ്രാസ് സർക്കാർ മലമ്പുഴ ഡാമിൻ്റെ ആദ്യ നിർമ്മാണം ആരംഭിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ സുർക്കയും ചുണ്ണാമ്പും പിന്നെ ഉരുക്ക് കമ്പികളും വലിയ കരിങ്കല്ലുകളും ഉപയോഗിച്ചാണ് നമ്മളെ ഈ ഡാം പണിതേക്കുന്നത് തന്നെ. അങ്ങനെ 1955 ഈ ഡാമിൻ്റെ പണി പൂർണ്ണമായിട്ട് കഴിയുകയും പിന്നീടാണ് നമ്മൾ നേരത്തെ കണ്ട ആ മലമ്പുഴ യക്ഷിക അവിടെ സ്ഥാനം പിടിക്കുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ മലമ്പുഴ ഡാമിലെ കാഴ്ചകളും അവിടുത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും എല്ലാം. മലമ്പുഴ ഡാമിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഞങ്ങളുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.